മധ്യമനികായ 7 വദ്ധസൂത്ത്. ഇവിടെ മനസ്സിനെ വസ്ത്രത്തോട് ഉപമിച്ചുകൊണ്ട് ഭഗവാൻ ബുദ്ധൻ ഈ സൂത്രം ഉപദേശിക്കുകയാണ്. അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളിൽ ഒരിക്കലും നിറം പിടിക്കില്ല. അതേപോലെ തന്നെ അഴുക്ക് പുരണ്ട മനസ്സ് എപ്പോഴും അധോഗതിയിലേക്കാണ് പോകുക. ശുദ്ധമായ വസ്ത്രത്തിൽ നമ്മൾ ഏത് നിറം പിടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിടിക്കും. അതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള മനസ്സ് എപ്പോഴും സദ്ഗതിക്കാണ് പോകുക. അതുകൂടാതെ ഈ സൂത്രത്തിൽ മൈത്രി മൂലം നമ്മൾ അർഹന്തനാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈത്രി സാധനയുടെ പ്രാധാന്യവും ഈ സൂത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്തി ഗുരുവേ എന്ന് പറഞ്ഞ് ആ ശിഷ്യന്മാർ പ്രത്യുത്തരം കൊടുത്തു. ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു, ഭിക്ഷുക്കളെ ഇങ്ങനെ സങ്കല്പിക്കുക, ഒരു വസ്ത്രമുണ്ട്, അത് അഴുക്ക് പുരണ്ടതാണ്, വൃത്തി ഇല്ലാത്തതാണ്. അതിൽ വസ്ത്രത്തിൽ നിറം കൊടുക്കുന്നൊരു വ്യക്തി ഏത് നിറത്തിൽ ആ വസ്ത്രം മുക്കിയാലും, നീലയാകട്ടെ, മഞ്ഞയാകട്ടെ, ചുവപ്പാകട്ടെ, നീല കളർന്ന ചുവപ്പാകട്ടെ, അതിന് ശരിക്കും ചായം പിടിക്കില്ല, നിറം പിടിക്കില്ല, അതിൻ്റെ നിറം നന്നാവുകയുമില്ല. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം വസ്ത്രത്തിൻ്റെ അശുദ്ധിയാണ്, വസ്ത്രം വൃത്തിയുള്ളതല്ല. ഇതുപോലെ ഭിക്ഷുവേ, മനസ്സ് നമ്മളുടെ കളങ്കിതമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ദുർഗതിയാണ് ഉണ്ടാകുക. ഇവിടെ കളങ്കിതം എന്ന വാക്കിന് സംഘിളിത്ത എന്നാണ് പാലി വാക്ക്. ദുർഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം, പ്രേതലോകം, അതേപോലെ തന്നെ പശുപക്ഷികളുടെ ലോകം, ഇതൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ദുർവികാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് മനസ്സിനെ കളങ്കം എന്ന് പറയുന്നത്. ഒരു തുണി ഉണ്ടെന്ന് വിചാരിക്കുക. ആ തുണി പരിശുദ്ധമാണ്, വൃത്തിയുള്ളതാണ്. അതിൽ വസ്ത്രത്തിന് നിറം കൊടുക്കുന്ന ഒരു വ്യക്തി ഏത് നിറം കൊടുത്തു കഴിഞ്ഞാലും, നീലയായാലും മഞ്ഞയായാലും ചുവപ്പായാലും നീല കലർന്ന് ചുവപ്പായി കഴിഞ്ഞാലും അതിൽ ശരിക്ക് ചായം പിടിക്കും, നല്ല ശുദ്ധമായിട്ടുള്ള വർണ്ണം നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം വസ്ത്രം ശുദ്ധമാണ്, പരിശുദ്ധമാണ്. ഇസി പ്രകാർ മനസ്സിൽ കളങ്കങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് സദ്ഗതി ആയിരിക്കും ഉണ്ടാകുക. അതായത് ദേവലോകത്തിലോ ബ്രഹ്മലോകത്തിലോ സ്വർഗ്ഗലോകത്തിലോ ആയിരിക്കും നമ്മളുടെ ജന്മം. ഇനി മനസ്സിൻ്റെ ഈ കളങ്കങ്ങൾ ഏതെല്ലാമാണ്? ചിത്തത്തിൻ്റെ കറപ്ഷൻ അല്ലെങ്കിൽ ഉപക്ലേശം, അവിദ്യ, അതേപോലെ തന്നെ ലോഭം, വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം, ഇതെല്ലാം ചിത്തത്തിൻ്റെ ഉപക്ലേശമാണ്. ക്രോധം ചിത്തത്തിൻ്റെ ഉപക്ലേശമാണ്. ശത്രുത, വെറുപ്പ്, അറപ്പ്, ഈർഷ്യ, ലുബ്ധത, വഞ്ചന, പറ്റിക്കുക, ശാഠ്യം, ദേഷ്യം, അതേപോലെ തന്നെ മാനം, മിഥ്യാഭിമാനം, ഡംബ്, അഭിമാനം, ആലസ്യം, ഇതെല്ലാം മനസ്സിൻ്റെ ഉപക്ലേശങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങളാണ്. ഒരു ഭിക്ഷു ഇങ്ങനെ അവിദ്യ, ലോഭം, ഇവയെല്ലാം ചിത്തത്തിൻ്റെ കളങ്കങ്ങൾ ആണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഉപക്ലേശങ്ങൾ ആണ് എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുന്നു. പജഹതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിലുള്ള ഈ ഉപക്ലേശത്തെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ നമ്മൾ വീക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ഉപേക്ഷിക്കുകയാണ്. അതിനെ നിരീക്ഷിക്കുന്നില്ല. പജഹതി, ഉപേക്ഷിക്കുന്നു. കണ്ട ഉടനെ അതിനെ വിടുക, റിലീസ് ചെയ്യുക. ഇവിടെ ബന്ദേ വിമലാരംസിയുടെ 6R വളരെ പ്രയോജനം ചെയ്യും. അതിൽ റിലീസ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ഈ പജഹതി എന്ന് പറയുന്ന കാര്യം. ഉടൻ തന്നെ അതിനെ ഉപേക്ഷിച്ചു. നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഉപേക്ഷിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ ദ്വേഷം, ക്രോധം, വെറുപ്പ്, ഈർഷ്യ, അസൂയ, മാത്സര്യം,
ലുബ്ധത, വഞ്ചന, കടുംപിടുത്തം, ദേഷ്യപ്പെടൽ, അഭിമാനം, ആഢ്യം, ഡംഭം, മടി, ഇതെല്ലാം മനസ്സിൻ്റെ ഉപക്ലേശങ്ങളാണ് എന്നറിഞ്ഞ് അതിനെ ഉടൻ തന്നെ പചഹതി, ഉപേക്ഷിക്കണം. അതായത് മനസ്സിൽ രാഗം വന്നു, ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യം വന്നു, ഉടൻ തന്നെ നമ്മളതിനെ ഉപേക്ഷിക്കണം. ദേഷ്യം വന്നു, ഉടൻ തന്നെ നമ്മളതിനെ ഉപേക്ഷിക്കണം. ഒരിക്കലും അതിനെ വീക്ഷിക്കരുത്. പചഹതി, ഉപേക്ഷിക്കണം. ബന്ദേ വിമലാരംസിയുടെ 6R ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ചിത്തത്തിൻ്റെ ഉപക്ലേശങ്ങളാണ് എന്ന് അറിയണം. എന്നിട്ട് അതിനെ ഉപേക്ഷിച്ച് അതിനെ ഇല്ലാതാക്കണം. അതേപോലെ തന്നെ ക്രോധത്തിന്, മാത്സര്യത്തിന്, മതത്തിന്, അഭിമാനത്തിന്, നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കണം. അതായത് ഉപേക്ഷിച്ച് അതിനെ ഇല്ലാതാക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധനിൽ ശ്രദ്ധ ഉണ്ടാകും. അതായത് ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സ് വളരെ ശാന്തമാകും. അപ്പോൾ അത് അവർക്ക് അനുഭവമായി. ഈ ഉപക്ലേശങ്ങൾ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണെന്ന് അനുഭവമായി. അപ്പോൾ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമാകും. ശാന്തമാകുന്ന സമയത്ത് അവർക്കറിയാം ഈ ഉപക്ലേശം മനസ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എന്നറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ബുദ്ധനിൽ ശ്രദ്ധയുണ്ടായി. എങ്ങനെയാണ് ആ ശ്രദ്ധ? ഇതിബിസോ ഭഗവാ അർഹം സമ്മ സംബുദ്ധോ വിദ്യാചരണ സമ്പന്നോ സുഗതോ ലോകവിദു അനുത്തരോ പുരുഷധമ്മസാരഥി സത്താദേവ മനുസ്സാനം ബുദ്ധോ ഭഗവാതി. ആ ഭഗവാൻ ഇങ്ങനെയാണ് അർഹം, അതായത് എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കി. അതായത് മനസ്സിൻ്റെ ശത്രുക്കളെ, രാഗദ്വേഷ മോഹങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന സമയത്താണ് ഒരു വ്യക്തി അർഹന്തനാകുന്നത്, പൂർണ്ണനായിട്ട് മുക്തനാകുന്നത്. സമ്മ സംബുദ്ധോ, ശരിയായിട്ടുള്ള രീതിയിൽ സ്വയം ബുദ്ധനായിട്ടുള്ള വ്യക്തി. വിദ്യാചരണ സമ്പന്നോ, വിദ്യ അതുപോലെ ആചരണം അതിൽ സമ്പന്നൻ. സുഗതോ, പരിശുദ്ധനായിട്ടുള്ള വ്യക്തി, ശരിയായ വഴിയിലൂടെ യാത്ര ചെയ്ത വ്യക്തി. ലോകവിദു, എല്ലാ ലോകത്തെയും അറിഞ്ഞ വ്യക്തി. അനുത്തരോ പുരുഷധമ്മസാരഥി, അധർമ്മപുരുഷരെ നേരായിട്ടുള്ള വഴിയിൽ നടത്താനുള്ള കഴിവുള്ള സാരഥി. സത്താദേവ മനുസ്സാനം ബുദ്ധോ ഭഗവാതി, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവ്, അതാണ് ബുദ്ധഭഗവാൻ. അതുപോലെ തന്നെ ധമ്മത്തെയും അറിഞ്ഞുകൊണ്ട് അവർക്ക് ധർമ്മത്തിൽ ശ്രദ്ധ ഉണ്ടാകുന്നു. സ്വഖാദോ ഭഗവതാ ധമ്മോ സന്ദിഷ്ഠികോ അകാലികോ ഏഹിപസ്സികോ ഓപനയികോ പശ്ചത്തം വേദിതഭോ വിഞ്ഞൂഹീതി. സ്വഖാദോ ഭഗവതാ ധമ്മോ, ഭഗവാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ധർമ്മം ആഖ്യാതമാണ്, അതായത് നല്ല പോലെ വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. സന്ദിഷ്ഠികോ, സ്വയം ദർശിക്കാൻ യോഗ്യമാണ്. അകാലികോ, അതായത് സമയമില്ല, ഉടൻ തന്നെ ഫലം തരുന്നതാണ്. ഏഹിപസ്സികോ, സ്വയം ദർശന യോഗ്യമാണ്. ഓപനയികോ, നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ്. പശ്ചത്തം വേദിതബ്ബോ വിഞ്ഞൂഹീതി, സ്വയം അതിനെ അനുഭവിക്കാൻ യോഗ്യമാണ്. അതേപോലെ തന്നെ അവർക്ക് സംഘത്തിലും ശ്രദ്ധ ഉണ്ടാകുന്നു, വിവേകപൂർണമായിട്ടുള്ള ശ്രദ്ധ. സുപടിപന്നോ ഭഗവതോ സാവകസംഗോ ഉജുപടിപന്നോ ഭഗവതോ സാവകസംഗോ ന്യായപടിപന്നോ ഭഗവതോ സാവകസംഗോ സാമീചി പടിപന്നോ ഭഗവതോ സാവകസംഗോ യദിദം ചത്താരി പുരിസയുഗാനി അഠപുരിസപുഗ്ഗള ഏസ ഭഗവതോ സാവകസംഗോ ആഹുനേയോ പാഹുനേയോ ദക്ഷിണേയോ അഞ്ജലീകരണീയോ അനുത്തരം പുണ്യഖേത്തം ലോകസാദി. എന്തൊക്കെയാണ് സംഘത്തിൻ്റെ ഗുണങ്ങൾ? സുപടിപന്നോ ഭഗവതോ സാവകസംഗോ, സുമാർഗത്തിൽ, അതായത് ശരിയായിട്ടുള്ള മാർഗത്തിൽ പോയവരാണ് ഭഗവാന്റെ ശ്രാവക സംഘം. സാവക സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവിച്ചുകൊണ്ട്, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രവിച്ചുകൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന ഭിക്ഷുക്കൾ. ഋജുവായിട്ടുള്ള മാർഗത്തിൽ പോകുന്നവരാണ് ഭിക്ഷുക്കൾ. ശരിയായിട്ടുള്ള മാർഗത്തിൽ പോകുന്നവരാണ് ഭഗവാന്റെ ഭിക്ഷുക്കൾ. പ്രജ്ഞാപൂർവമായിട്ടുള്ള വഴിയിലൂടെ പോകുന്നവരാണ്
ഭഗവാന്റെ സാവക സംഘം. ഇതിൽ 4 ജോഡികളും 8 വ്യക്തികളും ഉണ്ട്. ഇവിടെ 4 ജോഡി അതേപോലെ തന്നെ 8 വ്യക്തി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ചത്താരി പുരുഷയുഗാനി അഠപുരുഷ പുഗ്ഗള. ഇവിടെ 4 ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാപന്നൻ്റെ മർഗത്തിൽ നിൽക്കുന്ന വ്യക്തി, ഫലത്തിൽ നിൽക്കുന്ന വ്യക്തി. അതായത് നമ്മൾ ധ്യാനം ചെയ്ത് മുന്നേറുന്ന സമയത്ത് ഒരവസ്ഥ വരും, ചിത്തം ഋജുവായിരിക്കുന്ന ഒരവസ്ഥ, അതായത് നേരെയായിരിക്കുന്ന അവസ്ഥ, ഒട്ടും തന്നെ അതിൽ വൈബ്രേഷൻ ഇല്ല, ടോട്ടലായിട്ട് ശാന്തമാണ്. അപ്പോൾ നിർവ്വാണത്തിൻ്റെ ക്ഷണത്തെ അറിയാൻ യോഗ്യമായിട്ടുള്ള ആ സമയം, അതിനെയാണ് മാർഗക്ഷണം എന്ന് പറയുന്നത്. ഇപ്പോഴും ആ വ്യക്തി ശ്രോതാപന്നനായിട്ടില്ല, അനാര്യൻ തന്നെയാണ്, പക്ഷേ ആ ക്ഷണത്തിലെത്തി നിൽക്കുന്നു. ഇനി ശ്രോതാപന്ന ഫലം പ്രാപ്തമായി, അതായത് ശ്രോതാപന്നനായി, ഫലം കിട്ടി എങ്കിൽ ആ വ്യക്തി ആര്യനായി, ശ്രോതാപന്നനായി. അപ്പോൾ നേരത്തെ ആ മാർഗത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തിയും ഫലം കിട്ടിയ വ്യക്തിയും ഇത് രണ്ടും 2 പേരാണ്. അതായത് ആദ്യം ആ വ്യക്തി അനാര്യനായിരുന്നു, മുക്തി കിട്ടാത്തൊരു വ്യക്തിയായിരുന്നു, മാർഗത്തിലെത്തി നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ഫലം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ആര്യനായി, ശ്രോതാപന്നനായി, മുക്തനായി. ഇതാണ് ഒരു ജോഡി. അതേപോലെ തന്നെ മുക്തിയുടെ 2ാമത്തെ അവസ്ഥയായിട്ടുള്ള സഗതാഗാമി, 3ാമത്തെ അവസ്ഥയായിട്ടുള്ള അനാഗാമി, 4ാമത്തെ അവസ്ഥയായിട്ടുള്ള അർഹന്തൻ. ഇതിൽ ഓരോന്നിലും നിൽക്കുന്ന വ്യക്തി വെവ്വേറെയാണ്. അതുകൊണ്ടാണ് 4 ജോഡി എന്ന് പറയുന്നത്. 8 വ്യക്തികൾ എന്ന് പറയുന്നത് ഇതിൽ ഓരോ വ്യക്തിയും, അതായത് മാർഗത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി, ഫലത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയാണ് 8 വ്യക്തികൾ എന്ന് പറയുന്നത്. അവർ ക്ഷണത്തിന് യോഗ്യരാണ്, ദക്ഷിണയ്ക്ക് യോഗ്യരാണ്, ദാനത്തിന് യോഗ്യരാണ്, നമസ്കാരത്തിന് യോഗ്യരാണ്. ഈ ലോകത്തിലുള്ള പുണ്യക്ഷേത്രമാണ് അവർ. ഒരു ഭിക്ഷു ഇപ്രകാരം ആ ഉപക്ലേശങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കി വിട്ടുകളഞ്ഞു, ഉപേക്ഷിച്ചു, ചിത്തത്തിനെ അതിൽ നിന്ന് മുക്തമാക്കി. അപ്പോൾ ആ അറിവിനാൽ ബുദ്ധനിൽ ആ വ്യക്തിക്ക് ശ്രദ്ധയുണ്ടാകുന്നു. അപ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നു. ആ സന്തോഷമാകുന്ന ധർമ്മത്തിലൂടെ ആ വ്യക്തിക്ക് പ്രമോജ്യം ഉണ്ടാകുന്നു, അതായത് പ്രമോദം ഉണ്ടാകുന്നു. പ്രമുദസ്സ പീതി ജായതി. അങ്ങനെ പ്രമോദമുണ്ടാകുന്ന സമയത്ത് പ്രീതി ഉണ്ടാകുന്നു. മനസ്സിൻ്റെ സന്തോഷത്തിനെയാണ് പ്രീതി എന്ന് പറയുക. പീതി മനസ്സാ കായോ പസംഭതി. അങ്ങനെ മനസ്സിൽ പ്രീതി ഉണ്ടാകുന്ന സമയത്ത് ശരീരം പ്രശാന്തമാകുന്നു. പ്രസദ്ധ കായോ സുഖം വേദേതി. അങ്ങനെ ശരീരം പ്രശാന്തമാകുന്ന സമയത്ത് ശരീരത്തിൽ സുഖം അനുഭവപ്പെടുന്നു. സുഖിനോ ചിത്തം സമാധീയതി. അങ്ങനെ അവൻ്റെ മനസ്സ് സമാധിസ്ഥമാകുന്നു. അതായത് ശരീരത്തിൽ സുഖം അനുഭവിക്കുന്ന സമയത്താണ് മനസ്സ് സമാധി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സുഖിനോ ചിത്തം സമാധീയതി എന്ന് പറയുന്നത്. അപ്പോൾ സമാധി ഉണ്ടാകാനുള്ള വഴി എന്താണ് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ബുദ്ധൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മുടെ ഉപക്ലേശങ്ങൾ എല്ലാം അടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധനിൽ ശ്രദ്ധയുണ്ടാവും. കാരണം അതേപോലെ തന്നെയുള്ള ശാന്തി നമ്മൾ ഒരിക്കലും അനുഭവിച്ചിരിക്കില്ല. മനസ്സ് എപ്പോഴും അശാന്തമാണ്. അതിൻ്റെ കാരണം എന്താണ്? മനസ്സിൽ നമ്മൾ ഒരുപാട് കളങ്കങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. അതായത് പല സമയത്തായിട്ട് നമ്മൾ ശീലങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവും ഭൂതത്തിൽ. അതിൻ്റെ എല്ലാം ഫലമായിട്ട് മനസ്സിൽ കളങ്കങ്ങൾ ഉണ്ടാവും. ഈ കളങ്കങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് മുന്നേറുന്ന സമയത്ത് നമ്മൾക്ക് ഒരു സമയത്ത് കളങ്കങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ മനസ്സിൻ്റെ സ്വാഭാവിക സ്വഭാവം പുറത്തു വരും. അതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് പബ്ബാസര ചിത്തം. അതായത് മനസ്സിൻ്റെ സ്വാഭാവികത എന്ന് പറയുന്നത് പബ്ബാസര ചിത്തം. അതായത് ആ ചിത്തം പ്രകാശമാനമായതാണ്, ഉജ്ജ്വലമാണ്. അതാണ് കളങ്കമില്ലാത്ത ചിത്തത്തിൻ്റെ ലക്ഷണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കളങ്കങ്ങൾ എല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശുദ്ധമായിട്ടുള്ള പ്രകാശമാനമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ആ ചിത്തത്തിൻ്റെ തനി സ്വഭാവം നമ്മൾക്ക് മനസ്സിലാവും. അത് ശാന്തമാണ്, സുഖമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഉപക്ലേശങ്ങൾ എല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്താൽ നമ്മൾക്ക് സന്തോഷമുണ്ടാകും എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ചിത്തത്തിൽ ഉപക്ലേശമില്ല.
ആ കളങ്കങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ചിത്തത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സന്തോഷം പുറത്തു വന്നു, നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. ആ സന്തോഷധർമ്മത്താൽ നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ധമ്മോപസംഹിതം പമോജ്യം. അടുത്ത് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് പ്രമോദമാണ്. പ്രമോദം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ആനന്ദത്തിൻ്റെ ഒരു വാക്കായിട്ട് നമ്മൾക്ക് കരുതാം. അടുത്തത് പുമുദസ്സ പീതി ജായതി. അങ്ങനെ മനസ്സിൽ പ്രമോദമുണ്ടാകുന്ന സമയത്ത് മനസ്സിൽ പ്രീതി ഉണ്ടാകുന്നു. പീതി മനസ്സ കായോ പസംഭതി. മനസ്സിൽ പ്രീതി ഉണ്ടാകുന്ന സമയത്താണ് ശരീരം പ്രശാന്തമാകുന്നത്. പസത്ത ഖായോ സുഖം വേദേതി. അങ്ങനെ ശരീരം പ്രശാന്തമാകുന്ന സമയത്താണ് ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നത്. സുഖിനോ ചിത്തം സമാധീയതി. ഏതൊരു വ്യക്തിയുടെ ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നോ അവൻ്റെ മനസ്സ് മാത്രമേ സമാധിഷ്ഠമാകുകയുള്ളൂ. അതായത് ശരീരത്തിൽ ഒരുപാട് വേദനകളും ബാക്കിയുള്ളതും അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ഒരിക്കലും സമാധിഷ്ഠമാകില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ശരീരത്തിൽ സുഖം അനുഭവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് സമാധി ഉണ്ടാകുകയുള്ളൂ. അതേപോലെ തന്നെ പ്രമോദം, പ്രീതി ഇതെല്ലാം മനസ്സിൽ അനുഭവിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലേ നമ്മുടെ ശരീരം ശാന്തമാകുകയുള്ളൂ, നമുക്ക് സമാധി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രീതി, പസദ്ധി ഇതിനെയെല്ലാം ബോധ്യംഗങ്ങളായിട്ട് കരുതുന്നത്. അതായത് ബോധിയുടെ അംഗങ്ങളാണ് ഇവയെല്ലാം. ഇനി വീണ്ടും ഇതേ വാക്യങ്ങൾ ധർമ്മത്തിലും സംഘത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഈ രീതിയിൽ ഉപക്ലേശങ്ങളെല്ലാം മാറുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം ബുദ്ധനിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടായി. ശ്രദ്ധയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടായി, പ്രമോദമുണ്ടായി, പ്രീതിയുണ്ടായി, സുഖമുണ്ടായി, അങ്ങനെ സമാധി ഉണ്ടായി. അതേപോലെ തന്നെ ധർമ്മത്തിലും നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകും, സംഘത്തിലും നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകും. കാരണം എന്താണ്? ഈ ഉപക്ലേശങ്ങളെല്ലാം പോയല്ലോ. അപ്പോൾ ഈ ബുദ്ധൻ, ധർമ്മം, സംഘം ഇത് പറയുന്നതെല്ലാം കാര്യമാണെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നമ്മൾക്ക് ഈ കാര്യം ബോധ്യം വന്നു. അപ്പോൾ മനസ്സിൽ സന്തോഷം, പ്രീതി, പ്രമോദം ഇതെല്ലാം ഉണ്ടായി. അപ്പോൾ ബുദ്ധനും ധർമ്മത്തിലും സംഘത്തിലും ഇതേപോലെ തന്നെ അവർക്ക് എക്സ്പീരിയൻഷ്യൽ കോൺഫിഡൻസ്, അതായത് അത് അനുഭവിച്ചുകൊണ്ട് അവർക്ക് അതിൽ ശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് അവർക്ക് സന്തോഷമുണ്ടാകുന്നു. സന്തോഷത്താൽ മനസ്സ് പ്രമോദം ഉണ്ടാകുന്നു. പ്രമുദസ്സ പീതി ജായതി. പ്രമോദത്താൽ മനസ്സിൽ പ്രീതി ഉണ്ടാകുന്നു. പീതി മനസ്സാ കായോ പസമ്പതി. പ്രീതി മനസ്സാൽ ശരീരത്തിൽ പ്രശാന്തി ഉണ്ടാകുന്നു. പസദ്ധ കായോ സുഖം വേദേതി. ശരീരം പ്രശാന്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖം അനുഭവപ്പെടുന്നു. സുഖിനോ ചിത്തം സമാധീയതി. ഏതൊരു വ്യക്തി സുഖിമാനാണോ, അതായത് ശരീരത്തിൽ സുഖം അനുഭവപ്പെടുന്നുണ്ടോ, ആ വ്യക്തിയുടെ ചിത്തം സമാധിസ്ഥമാകുന്നു. അങ്ങനെ ചിത്തം സമാധിസ്ഥമായി കഴിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് പ്രജ്ഞ കിട്ടൂ. പ്രജ്ഞ എന്ന് പറയുന്നത് അനിച്ഛ, ദുഃഖ, അനത്ത എന്ന് പറയുന്ന കാര്യം നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ സാധാരണ വെളിയിൽ നമ്മൾ പറയുന്നു എല്ലാം അനിച്ഛമാണ്, ദുഃഖമാണ്, അനത്തയാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇത് ഒരു ബാഹ്യമായിട്ടുള്ള പ്രജ്ഞയാണ്. പക്ഷേ നമ്മുടെ മനസ്സ് വളരെ സമാധിസ്ഥമാകുന്ന സമയത്ത്, വളരെ സമാഹിതമായിരിക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള സത്യങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അവിടെ ആണ് നമ്മൾ ഈ അനിച്ഛ അതിനെ വളരെ വ്യക്തമായിട്ട് അറിയുന്നത്. അനിച്ഛ അറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം, അനാത്മകത ഇത് രണ്ടും നമ്മളുടെ അറിവിൽ വരുന്നു. ഏതൊരു ഭിക്ഷുവിന് ഈ തരം ശീലങ്ങൾ ഉണ്ടോ, ഇത്തരം ധർമ്മങ്ങൾ ഉണ്ടോ, ഇത്തരം പ്രജ്ഞ ഉണ്ടോ, ആ ഭിക്ഷു വളരെ നല്ല ചോറിൽ ധാരാളം കറികളും അതേപോലെ തന്നെ മറ്റുള്ള ഒഴിച്ചു കറികളും കഴിച്ച് ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു കളങ്കവുമില്ല. ഇവിടെ പറയുന്നത് ആ ഭിക്ഷു അവൻ്റെ ജോലി ശരിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം അവന് ശീലവും പ്രജ്ഞയും ധർമ്മവും എല്ലാം സുസ്ഥിരമായി കഴിഞ്ഞു. ആ വ്യക്തിക്ക് ഭിക്ഷാന്നം കഴിക്കുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് അവനൊരു ദോഷവും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഭിക്ഷു ശീലത്തിലും ധർമ്മത്തിലും പ്രതിഷ്ഠിതനാകണം. എങ്കിൽ മാത്രമേ അവന് ഈ രീതിയിലുള്ള ഭിക്ഷാന്നം കഴിക്കാൻ അർഹത ആകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു വസ്ത്രത്തിൽ നിറയെ ചളിയും അഴുക്കും പിടിച്ചിരിക്കുകയാണെന്ന് കരുതുക. അതിനെ നമ്മൾക്ക് ശുദ്ധജലത്താൽ അതിനെ നമ്മൾക്ക് വൃത്തിയാക്കാൻ സാധിക്കും.
അതേപോലെ തന്നെ അഴുക്ക് പുരണ്ട സ്വർണത്തെ നമ്മൾക്ക് ഒരു മൂശിയിൽ വെച്ച് ഉരുക്കി ശുദ്ധമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ശീലത്താൽ, ഇത്തരത്തിലുള്ള ധർമ്മത്താൽ, ഇത്തരത്തിലുള്ള പ്രജ്ഞയാൽ ഏതെങ്കിലും ഒരു ഭിക്ഷു വളരെ നല്ല ചോറിനെ ധാരാളം കറികളും അതേപോലെ തന്നെ ഒഴിച്ചു കറികളും കൂട്ടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആ ഭിക്ഷുവിന് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. അടുത്തതായിട്ട് ആ ഭിക്ഷു ബ്രഹ്മവിഹാരത്തെ എങ്ങനെയാണ് അഭ്യസിക്കുന്നത് എന്ന് പറയുന്നു. ബ്രഹ്മവിഹാരം എന്ന് പറയുമ്പോൾ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ, അതിനെയാണ് ബ്രഹ്മവിഹാരം എന്ന് പറയുക. മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികളും സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ എന്നുള്ള വിചാരത്തിന് മൈത്രി എന്ന് പറയുന്നു. മുദിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുഖമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും അതിന് ഒരു ആനന്ദമുണ്ടാകും. അതിനെയാണ് മുദിത എന്ന് പറയുന്നത്. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദുഃഖത്തിൽ നമ്മൾക്ക് അനുകമ്പ ഉണ്ടാകുന്നു. അവർ വേഗം തന്നെ അതിൽ നിന്ന് മോചിതരാവട്ടെ എന്ന ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകുന്നു. ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിലും സമത, അതിനെയാണ് ഉപേക്ഷ എന്ന് പറയുന്നത്. അതായത് ഈ എല്ലാ അവസ്ഥയിലും സമഭാവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും അതിൽ നമ്മൾ ഇൻവോൾവ് ആകുന്നില്ല. ഒരു സമഭാവത്തിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൈത്രിയും കരുണയും മുദിതയും എല്ലാം ചെയ്യുന്നത്. ഈ മൈത്രി സാധന ഒരു സാധനയാണ്. ശരിയായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് ഇത് അഭ്യസിക്കേണ്ടതുണ്ട്. ഇന്ന് ഭാരതത്തിൽ ബന്ദേ വിമലാരംസി എന്ന ഒരു ഭിക്ഷു, അദ്ദേഹം ഇത് മൈത്രി സാധന പഠിപ്പിക്കുന്നുണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ആ ഭിക്ഷു എങ്ങനെയാണ് ബ്രഹ്മവിഹാരത്തിൽ ധ്യാനിക്കുന്നത് എന്ന് പറയുന്നു. മെത്താ സഹഗതേന ചേതസ ഏകം ദിസം ഫരിത്വാ വിഹരതി. അതായത് ചിത്തത്തിൽ മൈത്രിയോടുകൂടി ആ ഭിക്ഷു ഒരു ദിശയിലേക്ക് ആ മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു. അതായത് ഒരു ദിശയിൽ നമ്മൾ മൈത്രി അയക്കുന്നു, വടക്കോ അതേപോലെ തന്നെ കിഴക്കോ പടിഞ്ഞാറോ ഏതെങ്കിലും ഒരു ദിശയിൽ ആദ്യം മൈത്രി അയക്കുന്നു. പിന്നെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ദിശയിലേക്ക്, അതായത് 4 ദിശകളിലേക്കും ആദ്യം മൈത്രി അയക്കുന്നു. അതിനുശേഷം മുകളിലോട്ടും താഴോട്ടും അതേപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ വിപുലമായിട്ടുള്ള, മഹഗതമായിട്ടുള്ള, അപ്രമാണമായിട്ടുള്ള, വൈര്യമില്ലാത്ത, വ്യാപാദമില്ലാത്ത ചിത്തത്താൽ ആ ഭിക്ഷു വിഹരിക്കുന്നു. അതായത് ആ ഭിക്ഷു ആദ്യം 4 ദിശകളിലേക്കും മൈത്രി അയക്കുന്നു, പിന്നെ മുകളിലേക്കും താഴോട്ടും മൈത്രി അയക്കുന്നു, പിന്നെ എല്ലാ ദിശകളിലേക്കും ഒരുമിച്ച് ഒരേ സമയത്ത് മൈത്രി അയക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തുകയാണെന്ന് സങ്കല്പിക്കുക. ആ മെഴുകുതിരിയുടെ പ്രകാശം പിന്നീട് എല്ലാ ദിശകളിലേക്കും ഒരുപോലെ പ്രസരിപ്പിക്കുന്നു. അപ്പോൾ ആ മെഴുകുതിരിക്ക് അതിന് അധ്വാനം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പ്രസരിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിലെ പോകുന്നു എന്ന് മാത്രം നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ മൈത്രി ഉണ്ടെങ്കിൽ അത് എല്ലാ ദിശകളിലേക്കും ഒരേപോലെ ഒരേ സമയത്ത് പ്രസരിപ്പിക്കുന്നു. നമ്മൾക്ക് അതിൽ അധ്വാനം ഒന്നും ആവശ്യമില്ല, നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. മനസ്സിൽ മൈത്രിയുടെ ഭാവം കൊണ്ടുവന്നാൽ മാത്രം മതി. അടുത്തതായി ഇതേപോലെ തന്നെ കരുണാസഹഗതേന ചേതസ, മനസ്സിൽ കരുണയോട് കൂടിയിട്ട് ഇതേപോലെ തന്നെ 1, 2, 3, 4 ദിശകളിലേക്കും മുകളിലേക്കും താഴോട്ടും അതേപോലെ തന്നെ പിന്നീട് എല്ലാ ദിശകളിലേക്കും അതിൽ ഒട്ടും തന്നെ വൈരമോ ദ്വേഷമോ ഒന്നും തന്നെ ഉണ്ടാകില്ല, കരുണ മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനെ അതുകൊണ്ട് എല്ലാ ദിശകളിലേക്കും കരുണ പ്രസരിപ്പിച്ചുകൊണ്ട് വിവരിക്കുന്നു. അതുപോലെ തന്നെ മുദിത സഹഗതേന ചേതസ, മനസ്സിൽ മുദിത, സിമ്പത്തറ്റിക് ജോയ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ 4 ദിശകളിലേക്കും മുകളിലേക്കും താഴേക്കും പിന്നീട് എല്ലാ ദിശകളിലേക്കും ഒരുമിച്ച് നമ്മൾ ആ മനസ്സുകൊണ്ട് പ്രസരിപ്പിക്കുന്നു. നാലാമത്തതായിട്ട് ഉപേക്ഷ സഹഗതേന ചേതസ, നമ്മുടെ മനസ്സിൽ ഉപേക്ഷയോടുകൂടിയിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ 4 ദിശകളിലേക്കും മുകളിലോട്ടും താഴോട്ടും പിന്നീട് എല്ലാ ദിശകളിലേക്കും ഒരുമിച്ച് പ്രസരിപ്പിച്ച് മനസ്സിൽ ഒട്ടും തന്നെ ദ്വേഷമില്ലാതെ വൈരമില്ലാതെ ആ അപ്രമാണമായിട്ടുള്ള ചിത്തം കൊണ്ട് നമ്മൾ പ്രസരിപ്പിച്ച് വിഹരിക്കുന്നു. അങ്ങനെ വിഹരിക്കുന്ന സമയത്ത്, അതായത് ഈ രീതിയിൽ മൈത്രി ധ്യാനം ചെയ്യുന്ന സമയത്ത് അവർ ഇത് മനസ്സിലാക്കുന്നു,
അത്തി ഇതം, ഇത് ഇവിടെയുണ്ട്. അതായത് ഈ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ ഇത് ഇവിടെയുണ്ട്. അതായത് ഇതിനെ അനുഭവിച്ചു കഴിഞ്ഞു. അത്തി ഹീനം, ഇത് അതിനേക്കാൾ ഹീനമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് മൈത്രി ഇല്ലാത്ത അവസ്ഥ ഈ മൈത്രിയുള്ള അവസ്ഥയേക്കാൾ ഹീനമാണ്. അത്തി പണീതം, അതായത് ഇത് അതിനേക്കാൾ ഉയർന്ന അവസ്ഥയാണ്. അതായത് ഇപ്പോഴും ഇവിടെ തരംഗങ്ങളുണ്ട്. തരംഗമില്ലാത്ത അവസ്ഥ ഇതിനേക്കാൾ ഉയർന്നതാണ് എന്ന് ആ ഭിക്ഷു മനസ്സിലാക്കുന്നു. അത്തി ഇമസ സഞ്ജാഗതസ ഉത്തരി നിസ്സരണന്തി പജാനാതി, ഇവിടെ ഇതിനേക്കാളും ഉയർന്ന സംഖ്യ അല്ലെങ്കിൽ പെർസെപ്ഷൻ അത് ഉണ്ട്. അതിനാൽ ഇതിനെ മറികടന്ന് ആ അവസ്ഥയിലേക്ക് പോകണം എന്ന ഒരു ബോധം ആ വ്യക്തിയിലുണ്ടാകുന്നു. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തരംഗങ്ങളാണ്. ഇവിടെ ഉൽപാദ വ്യയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിന് അപ്പുറത്തുള്ള അവസ്ഥയിൽ ആ അവസ്ഥ പരിപൂർണമായിട്ടും നിൽക്കും. അതായത് ഉൽപാദവമോ വ്യയമോ ഇല്ലാത്ത അവസ്ഥ, ആ അവസ്ഥ വരും എന്ന് ഉള്ള കാര്യം ആ ഭിക്ഷു മനസ്സിലാക്കുന്നു. തസ്സ ഏവം ജാനതോ ഏവം പസ്സതോ കാമാസവാപി ചിത്തം വിമുച്ഛതി ഭവാസവാപി ചിത്തം വിമുച്ഛതി അവിജ്ഞാസവാപി ചിത്തം വിമുച്ഛതി. തസ്സ ഏവം ജാനതോ ഏവം പസ്സതോ, അതിനുശേഷം ആ ഭിക്ഷു അതിനെ അറിഞ്ഞു. അതായത് ആ നിരോധാവസ്ഥയെ അറിഞ്ഞു, അതിനെ പസ്സതോ അതിനെ കണ്ടു. അങ്ങനെ അറിയുകയും കാണുകയും ചെയ്യുന്ന സമയത്ത്, അതായത് നിർവ്വാണം നേടുമ്പോൾ ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ നിന്ന് കാമാസവാപി ചിത്തം വിമുച്ഛതി, ചിത്തത്തിൻ്റെ കാമാസവം, അതായത് എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആ ആഗ്രഹങ്ങളിൽ നിന്ന് ചിത്തം വിമുക്തമാകുന്നു. ഭവാസവം, ഏതെങ്കിലും ഭവത്തിൽ പോയിട്ട് ജനിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നും ചിത്തം വിമുക്തമാകുന്നു. അതായത് ദേവലോകത്തോ രൂപബ്രഹ്മലോകത്തോ പോയിട്ട് ജനിക്കണം എന്നുള്ള ആ ആഗ്രഹവും ഇല്ലാതാകുന്നു. അവിജ്ഞാസവാപി ചിത്തം വിമുച്ഛതി, അവിദ്യ എന്നുള്ള ആ ആസവത്തിൽ നിന്നും ചിത്തം വിമുക്തമാകുന്നു. വിമുക്തസ്മിൻ വിമുക്തമീതി ജ്ഞാനം ഹോതി, വിമുക്തമായി കഴിഞ്ഞാൽ വിമുക്തമായി എന്ന ജ്ഞാനം ആ ഭിക്ഷുവിന് ലഭിക്കുന്നു. ക്ഷീണജാതി വുസിതം ബ്രഹ്മചര്യം കഥം കരണീയം നാപരം ഇത്തത്തായാതി പജാനാതി. അപ്പോൾ അവർക്ക് അറിവ് ലഭിക്കുന്നു. ക്ഷീണജാതി, അതായത് ജനനം നഷ്ടമായി, വീണ്ടും പുനർജന്മം നമ്മൾക്കുണ്ടായില്ല. വുസിതം ബ്രഹ്മചര്യം, ആധ്യാത്മിക ജീവിതം അവസാനിപ്പിച്ചു. കഥം കരണീയം, ചെയ്യേണ്ടത് ചെയ്തു തീർത്തു. ഇനി എനിക്ക് പുനർജന്മം ഇല്ല. അതായത് ആ വ്യക്തി അർഹന്തനായി. ഒരു കാര്യം ആലോചിക്കുക, പല സ്ഥലങ്ങളിലും ബുദ്ധൻ മുക്തി, മോക്ഷം, നിർവ്വാണം അതിന് 4 ധ്യാനങ്ങളാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് മൈത്രിയാണ്, അതായത് ബ്രഹ്മവിഹാരമാണ്. 4 തരത്തിലുള്ള ബ്രഹ്മവിഹാരങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിലൂടെ നമ്മൾക്ക് നിർവ്വാണം ലഭിക്കും എന്നാണ് ബുദ്ധൻ ഈ സൂത്രത്തിൽ പറയുന്നത്. അതായത് അർഹന്തനാകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും മൈത്രി സാധനയിലൂടെ മുക്തി, മോക്ഷം, നിർവ്വാണം ലഭിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഈ സൂത്രം കേൾപ്പിച്ചു കൊടുക്കുക. ഇതിനെയാണ് ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു ഉള്ളിൽ തന്നെ കുളിക്കുന്നു എന്ന് പറയുന്നത്. ആ സമയത്ത് ബുദ്ധനിൽ നിന്ന് അധികം ദൂരെയല്ലാതെ സുന്ദരിക ഭാരദ്വാജ എന്ന ഒരു ബ്രാഹ്മണൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ബുദ്ധനോട് പറഞ്ഞു, പക്ഷേ ഗൗതമ ശാസ്താവ് ബാഹുക നദിയിൽ കുളിക്കാൻ പോകുന്നുണ്ടല്ലോ. ബുദ്ധൻ ചോദിച്ചു, ബ്രാഹ്മണ, എന്തിനാണ് ബാഹുക നദിയിലേക്ക് പോകുന്നത്? ആ ബാഹുക നദിക്ക് എന്തു ചെയ്യാനാകും? അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, വളരെയധികം ആൾക്കാർ ഈ ബാഹുക നദിയിൽ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകത്തിൽ പോകും എന്ന് വിചാരിക്കുന്നു, ധാരാളം പുണ്യവും കിട്ടും എന്ന് വിചാരിക്കുന്നു. പലരും ബാഹുകയ നദിയിൽ കുളിച്ച് അവരുടെ പാപങ്ങളെ കഴുകിക്കളയുന്നു. അപ്പോൾ ബുദ്ധൻ സുന്ദരീക ഭരദ്വാജ ബ്രാഹ്മണനോട് ഈ ഗാഥ അല്ലെങ്കിൽ കവിതകളാൽ ഇങ്ങനെ പറഞ്ഞു,
ബാഹുകയും അധികക്കായും ഗയായും സുന്ദരികായും സരസ്വതിയും പയാഗിയും ബാഹുമതി നദിയും. ഒരു മൂർഖനായിട്ടുള്ള വ്യക്തി നിത്യവും അതിൽ മുങ്ങിയിരിക്കും. എന്നാൽ ആ നദികൾക്ക് ആ മൂർഖനായിട്ടുള്ള വ്യക്തിയുടെ ആ പാപങ്ങളെ കഴുകിത്തീർക്കാൻ സാധിക്കില്ല. സുന്ദരികയ്ക്ക് എന്തു ചെയ്യാൻ സാധിക്കും? പയാഗിക്കും ബാഹുകയ്ക്കും എന്തു ചെയ്യാൻ സാധിക്കും? അവർക്ക് ക്രോധിയും അതേപോലെ തന്നെ ദുഷ്ടനുമായിട്ടുള്ള ഒരു വ്യക്തിയെ അവർക്ക് ശുദ്ധമാക്കാൻ സാധിക്കില്ല. അവരുടെ പാപകർമ്മങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സാധിക്കില്ല. ഏതൊരു വ്യക്തി ഉപോസതം അഭ്യസിക്കുന്നുവോ അവൻ്റെ ഹൃദയം എല്ലാ സമയത്തും പരിശുദ്ധമാണ്. ഇവിടെ ഉപോസതം എന്ന് പറയുന്ന സമയത്ത് ധ്യാനം എന്നാണ് അർത്ഥം. ഏതൊരു വ്യക്തിയുടെ ഹൃദയം പരിശുദ്ധമാണോ, കർമ്മങ്ങൾ ശുദ്ധമാണോ, അവർ എന്താഗ്രഹിക്കുന്നുവോ അത് ലഭിക്കുക തന്നെ ചെയ്യും. ബ്രാഹ്മണ, ഇവിടെയാണ് നിങ്ങൾ കുളിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കും ക്ഷേമം ഉണ്ടാകും. നിങ്ങൾ നുണ പറഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഒരു ജീവികളെയും കൊല്ലുന്നില്ല എങ്കിൽ, ഒന്നിനെയും നിങ്ങൾ മോഷ്ടിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ശ്രദ്ധയുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ദാനം കൊടുക്കുന്നവരാണ് എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഗയയിൽ പോകുന്നത്? നിങ്ങളുടെ അടുത്തുള്ള ഏത് കിണറും നിങ്ങളുടെ ഗയയാണ്. അതായത് നമ്മൾ ഈ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, നുണ പറയുന്നില്ല, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു നദിയിലും പോയിട്ട് കുളിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ അടുത്തുള്ള കിണറിലെ വെള്ളം തന്നെയാണ് നമ്മളുടെ ഗയ, നമ്മളുടെ ഗംഗ എന്നാണ് പറയുന്നത്. ബുദ്ധൻ ഈ രീതിയിൽ പറഞ്ഞപ്പോൾ സുന്ദര ഭാരദ്വാജൻ ഇങ്ങനെ ബുദ്ധനോട് പറഞ്ഞു: അഭിക്കന്തം ഭോ ഗൗതമ, അഭിക്കന്തം ഭോ ഗൗതമ. ഗൗതമശാസ്താവേ, വളരെ നന്നായി, വളരെ നന്നായി. തിരിച്ചു വെച്ചതിനെ നേരെ വെച്ച പോലെ, അതേപോലെ തന്നെ മറഞ്ഞു കിടക്കുന്നതിനെ വെളിവാക്കുന്നത് പോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, ഇരുട്ടിൽ ദീപം തെളിയിക്കുന്നത് പോലെ, അതുമൂലം നമ്മൾക്ക് ആ ഇരുട്ടിൽ എന്താണ് എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഗൗതമശാസ്താവ് പല പ്രകാരത്തിൽ ധർമ്മത്തെ പ്രകാശിപ്പിച്ചു. ഏസാഹം ഭവന്തം ഗൗതമം ശരണം ഗച്ഛാമി ധമ്മഞ്ച ഭിക്കു സംഘഞ്ച. ഞാൻ ഗൗതമശാസ്താവിൻ്റെ ധർമ്മത്തിൻ്റെ സംഘത്തിൻ്റെ ശരണം പ്രാപിക്കുന്നു. ലഭേയാഹം ബോധോ ഗൗതമസ്സ സന്ധികേ പബജ്ജം ലഭ്യേയം ഉപസമ്പദന്തി. എനിക്ക് ഗൗതമ ശാസ്ത്ര പ്രവജ്യ അല്ലെങ്കിൽ സന്യാസം നൽകിയാലും. അപ്പോൾ ആ സുന്ദരിക ഭരദ്വാജന് ഭഗവാന്റെ സാന്നിധ്യത്തിൽ പ്രവജ്യ കൊടുത്തു, സന്യാസം കൊടുത്തു. സന്യാസം കിട്ടി അധിക നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഭരദ്വാജ ബ്രാഹ്മൺ ഒറ്റയ്ക്ക് എല്ലാവരിൽ നിന്നും അകന്ന് താമസിച്ചുകൊണ്ട് അപ്രമാദത്തോടുകൂടി, അതായത് ഒട്ടും തന്നെ ആലസ്യമില്ലാതെ, ദൃഢനിശ്ചയത്തോടെ, ശുഷ്കാന്തിയോടെ, ജാഗ്രതയോടെ ജോലി ചെയ്തുകൊണ്ട് ആ ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നേടി. അതായത് മുക്തി, മോക്ഷം നേടി എന്നാണ് പറയുന്നത്. അതായത് ജീവിക്കുമ്പോൾ തന്നെ മുക്തി, മോക്ഷം നേടി. നല്ല കുലപുത്രന്മാർ ഏതൊരു കാര്യത്തിനു വേണ്ടി ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസി ആകുന്നുവോ ആ ലക്ഷ്യം സ്വന്തം ദർശനത്താൽ സുന്ദര ഭരദ്വാജൻ സാക്ഷാത്കരിച്ചു. അതായത് സ്വയം അതിൻ്റെ ദർശനം നേടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണന് മനസ്സിലായി, ക്ഷീണാജാതി വുസിതം ബ്രഹ്മചര്യം കഥം കരണീയം നാപരം ഇട്ടത്തായാതി. ക്ഷീണാജാതി, എൻ്റെ ജന്മം അവസാനിച്ചു. വുസിതം ബ്രഹ്മചര്യം, എൻ്റെ ബ്രഹ്മചര്യ ജീവിതം അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം കഴിഞ്ഞു. കഥം കരണീയം, ഏതൊന്ന് ചെയ്യണമോ ഞാൻ അത് ചെയ്തു തീർത്തു. ഇനി എനിക്ക് ഒരിക്കലും പുനർജന്മം ഉണ്ടാകില്ല. അങ്ങനെ ആ ഭരദ്വാജ ബ്രാഹ്മണൻ അദ്ദേഹവും
അർഹന്തന്മാരിൽ ഒരാളായി. ബുദ്ധനെ സാധാരണയായിട്ട് ആശ്ചര്യ മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ബുദ്ധൻ ഏതെങ്കിലും ഇങ്ങനെ ഒരു ഉപദേശം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ ആശ്ചര്യമുണ്ടാകുന്നു. അവരുടെ മനസ്സിൽ ഒരു ധർമ്മസംവേഗമുണ്ടാകുന്നു. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വളരെ നന്നായി അഭിക്കന്തം ബന്ധേ അഭിക്കന്തം ബന്ധേ എന്ന് പറയുന്നത്. അതിനുശേഷം അവർക്ക് അവരുടെ ധർമ്മം ഇത്ര പെട്ടെന്ന് അവരുടെ മനസ്സിൽ പ്രകാശിക്കുന്നു. അപ്പോൾ അവർക്ക് ആശ്ചര്യമുണ്ടാകുന്നു, മനസ്സിൽ ശ്രദ്ധ നിറയുന്നു. ആ ധർമ്മസംവേഗത്താൽ തന്നെ അവർ പ്രവജ്യ ചോദിക്കുന്നു. അതായത് ഉടൻ തന്നെ എനിക്ക് ഭിക്ഷുവാകണം എന്ന് പറയുന്നു. അങ്ങനെ ഭിക്ഷുവായതിനു ശേഷം അവർ അതേപോലെ തന്നെ നല്ലപോലെ അഭ്യസിച്ച് അവർ എല്ലാവരും അർഹന്തരായിട്ട് തീരുന്നു. അതാണ് മിക്ക സൂത്രങ്ങളിലും നമ്മൾ കാണുന്നത്. ആരെങ്കിലും നമ്മളോട് പറയുകയാണ് മൈത്രി അല്ലെങ്കിൽ ബ്രഹ്മവിഹാരത്തിലൂടെ നമ്മൾ ഒരിക്കലും അർഹന്തനാകില്ല, മുക്തനാകില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം അവർക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഇനി നമ്മൾക്ക് അല്പം പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ രക്ഷിക്കട്ടെ. സാധു സാധു സാധു.